എല്ലാവർക്കും നമസ്കാരം. ഒരു കഥ പറയാനാണ് വന്നത്. ഇന്നും ഗുരുവായൂരുമായി ബന്ധപ്പെട്ട ഒരു കഥയാണ് പറയണത്. ഗുരുവായൂരടുത്ത് പൂഴിക്കുന്ന് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ഉപ്പുകൂറ്റൻ എന്ന് പറഞ്ഞ ഒരാള് ജീവിച്ചിരിപ്പുണ്ടായിരുന്നു ഒരുപാട് കാലം മുമ്പ് എന്നാണ് പറയണത്. മമ്മിയൂര് ക്ഷേത്രത്തിനൊക്കെ അടുത്തായിരുന്നു ഇത്ര ഈ പൂഴിക്കുന്ന് എന്ന് പറയുന്ന സ്ഥലം. അവിടെ മമ്മിയൂര് വടക്കേ കരയിലുള്ള പൂഴി നിറഞ്ഞ ഒരു തുരുത്തിനെയാണ് അത്ര പൂഴിക്കുന്ന് എന്ന് വിളിച്ചിരുന്നത്. പൂറ്റന്റെ താമസം ഈ പൂഴിക്കുന്നത്തായിരുന്നു. അതുകൊണ്ടാണ് ഉപ്പുകൂറ്റൻ പൂഴിക്കുന്നത്ത് ഉപ്പുകൂറ്റൻ എന്ന പേരിലാണ് അറിഞ്ഞിരുന്നത് എന്നാണ് പറയുന്നത്. ഉപ്പൂറ്റൻ ഒരു ഒറ്റയാനായിരുന്നു. കല്യാണമൊന്നും കഴിച്ചിട്ടില്ല. കാഴ്ചയിലൊക്കെ അങ്ങനെ കറുത്ത് തടിച്ച് ഉള്ള ഒരു ശരീരം. എന്ത് കഠിനാധ്വാനവും ചെയ്യും. അതുപോലെ പകല് ആരെന്ത് കഠിനമായിട്ടുള്ള പണികളൊക്കെ ഉപ്പൂറ്റിനോട് പറഞ്ഞാൽ ചെയ്തു കൊടുക്കും. ആര് പറഞ്ഞാലും പകല് മുഴുവൻ ഇങ്ങനെ അതും ഇതും പണികളായിട്ട് കഴിഞ്ഞിട്ട് വൈകുന്നേരം പോയി മദ്യം കഴിക്കും. അതായിരുന്നു അവന്റെ ഒരു ശീലം. ഗുരുവായൂർ ക്ഷേത്രത്തിലായിരുന്നു അവന് പണികള്. എന്താന്ന് വെച്ചാല് എന്താ പണി? തെടപ്പള്ളിയിലേക്ക് ഊട്ടുപുരയിലേക്കും ഒക്കെയുള്ള സാധനങ്ങൾ അടുക്കി കൊടുക്കുക. വിറക്, മടല്, ചകിരി, അതുപോലെ വിറക്, ഇതൊക്കെ എവിടുന്ന് എങ്കിലും ചുമടായിട്ട് കൊണ്ടുവന്ന് അവർക്ക് ദേഹണ്ണക്കാരെ ഏൽപ്പിക്കുക. പിന്നെ അമ്പലത്തിലെ ആനപ്പിണ്ടം എടുത്ത് അവിടെയൊക്കെ വൃത്തിയാക്കുക. അതുപോലെ വലിയ വലിയ വാർപ്പിലാണല്ലോ, വലിയ വാർപ്പിലും വലിയ ഉരുളിയിലൊക്കെയാണ് ഗുരുവായൂര് ഇതൊക്കെ ഉണ്ടാക്കുന്നത്. നേദ്യവും പായസം അങ്ങനെയുള്ളതൊക്കെ ഉണ്ടാക്കുന്നത്. അങ്ങനെയുള്ള ഈ നാലുകാതൻ വാർപ്പൊക്കെ പൂറ്റൻ ഒറ്റയ്ക്ക് എടുത്ത് കഴുകി വൃത്തിയാക്കി വെക്കും അത്രേ. അങ്ങനെ ഭാരമുള്ള എന്ത് ജോലി ചെയ്താലും അവനത് ചെയ്തു കൊടുക്കും. എല്ലാവർക്കും എന്താ വേണ്ടതെന്ന് വെച്ചാലൊക്കെ ചെയ്തു കൊടുക്കും. 100 പറ അരിയിട്ട് വെക്കണ വലിയ ചരക്കുണ്ട് ഒക്കെ അവൻ ഒറ്റയ്ക്ക് എടുത്ത് കഴുകി കൊടുക്കും അത്രേ. അതുപോലെ വൈകുന്നേരത്തെ അത്താഴപൂജയും കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കുറച്ച് നേദ്യച്ചോറ് അവന് കൊടുക്കും. അതുകൊണ്ടാണ് അവൻ ഭക്ഷണം കഴിക്കുന്നത്. ഈ ഭക്ഷണം കിട്ടാൻ വൈകി കഴിഞ്ഞാൽ എല്ലാവരെയും ചീത്ത പറയാൻ തുടങ്ങും അത്രേ. അങ്ങനെ ഒരു സ്വഭാവം. എല്ലാരോടും തട്ടിക്കേറും. വിശക്കാൻ തുടങ്ങിയ എല്ലാരോടും തട്ടിക്കേറും അത്രേ. അങ്ങനെ ആയിരുന്നു അവന്റെ സ്വഭാവം എന്നാണ് പറയുന്നത്. പൂറ്റിനെ എല്ലാവർക്കും പേടിയായിരുന്നു. എന്താന്ന് വെച്ചാൽ ഈ മദ്യപാനം ഉള്ളത് കൊണ്ടേ എല്ലാവർക്കും വലിയ പേടിയായിരുന്നു. അതുകൊണ്ട് മദ്യപാനം ഉള്ളത് കൊണ്ട് തന്നെ ആരും ഒന്നും അങ്ങോട്ട് മിണ്ടാനും പോവാറില്ല. ഈ കണ്ടാല് ഒരു ഹിടുമ്പന്റെ പോലെയാണ്. കണ്ടാ പേടിയാവും. അങ്ങനെ ഒരു രൂപമായിരുന്നു ഉപ്പുകൂറ്റന്റെ. എന്നാലും ഈ ഉപ്പുകൂറ്റൻ അത്യാവശ്യം എല്ലാവർക്കും സഹായമൊക്കെ ചെയ്തു കൊടുക്കും. ഈ വസൂരി, അന്നത്തെ കാലത്തൊക്കെ ഈ വസൂരി ഉണ്ടായിരുന്നല്ലോ. വസൂരി പിടിച്ചവരെ അങ്ങനെ മരിക്കും. അന്ന് ഒരുപാട് കാലം മുമ്പാണ്. അപ്പം വസൂരി പിടിച്ച് മരിച്ചവരെയൊക്കെ മറവ് ചെയ്യാൻ എല്ലാവർക്കും പേടിയായിരുന്നു. അത് പകർന്നാലോ എന്നുള്ള പേടിയും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അവരെയൊക്കെ ഇവൻ കൊണ്ടുപോയി മറവ് ചെയ്യും. അതുപോലെ ശവദാഹം ചെയ്യാനുള്ള വിറക് അടുക്കി വെച്ചു കൊടുക്കും. അങ്ങനെയൊക്കെ ചെയ്തിരുന്നു. അതുപോലെ കിണറ്റിലൊക്കെ എന്തെങ്കിലും സാധനങ്ങൾ വീണിട്ടുണ്ടെങ്കിൽ അത് ഇവൻ എടുത്തു കൊടുക്കും. അങ്ങനെ ഓരോ സഹായങ്ങൾ. ഇതുപോലെ ശരീരം മേലനക്കാൻ വയ്യാതെ, നടക്കാൻ വയ്യാതെ അസുഖം പിടിച്ച് കിടക്കുന്നവരെയൊക്കെ ചുമലിലേറ്റി പിടിച്ച് ആശുപത്രിയിൽ കൊണ്ടുപോകാനും ഒക്കെ എല്ലാരെയും സഹായിക്കും. ചോദിച്ചാൽ ആ സഹായമൊക്കെ ചെയ്തു കൊടുക്കും. എന്ത് പറഞ്ഞാലും ചെയ്തു കൊടുക്കും. അതുപോലെ ഒരു ഇതുണ്ട്. ചുമ്മാ വാശി പിടിച്ച് കരയുന്നവരോട് ദേ ഉപ്പുകൂറ്റൻ വരണു, ഉപ്പുകൂറ്റൻ ഇപ്പൊ വരും എന്ന് പറഞ്ഞ പിന്നെ പിള്ളേര് കരയില്ലാത്രേ. അതുകൊണ്ടായിരിക്കും എന്നാണ് പറയണത്. ഉപ്പുകൂറ്റൻ അധികം പകലൊന്നും അങ്ങനെ ഇറങ്ങി നടക്കാറില്ല. പിള്ളേര് പേടിച്ചാലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കും എന്ന് ആണ് പറയണത്. പൂറ്റന്റെ നെറ്റിയിൽ എപ്പോഴും വലിയൊരു ചന്ദനപ്പൊട്ടുണ്ടാവും. പിന്നെ ഒരു മുളവടി.
ആ കയ്യിലുള്ള മുളവടിയും കൊണ്ട് പിള്ളേരെ അടിക്കും എന്നാണ് അമ്മമാര് പിള്ളേരെ പറഞ്ഞ് പേടിപ്പിച്ച് വെച്ചേക്കുന്നത്. അതുകൊണ്ട് ഉപ്പൂറ്റൻ അങ്ങനെ പകലൊന്നും ഇറങ്ങി നടക്കുകയില്ല. ഈ അമ്പലത്തിലെ അത്താഴപൂജ കഴിഞ്ഞ് എല്ലാ പാത്രങ്ങളും ഒക്കെ കഴുകി വെടിപ്പാക്കിയിട്ട് വേണ്ട പോലെ എടുത്ത് ആ സ്ഥാനത്ത് കൊണ്ട് വെച്ചാൽ പ്രതിഫലം നേദ്യച്ചോറാണ്. അപ്പൊ ആ നേദ്യച്ചോറ് കിട്ടിയാൽ അതും കൊണ്ട് പോവും. എന്നിട്ട് അതെവിടെയെങ്കിലും ഒരു മൂലയ്ക്ക് അടച്ചു വെക്കും. എന്നിട്ട് മൂക്കറ്റം മദ്യം കഴിച്ചിട്ട് വരും. എന്നിട്ട് തലയിൽ ഒരു കുറച്ച് എണ്ണയും തേച്ച് അമ്പലക്കുളത്തിലേക്ക് ഇറങ്ങും. രാത്രി 10 മണി കഴിഞ്ഞ് നടയൊക്കെ അടച്ച് എല്ലാരും പോയി കഴിയുന്ന നേരത്താണ് ഉപ്പൂറ്റന്റെ എണ്ണ തേച്ചു കുളി. ഈ എണ്ണ തേച്ച് കുളിക്കുന്നതിന്റെ ഇടയില് ഇവൻ വേറൊരു കാര്യം ചെയ്തിരുന്നു. മത്സ്യം പിടിക്കും. കുളത്തിലെ മത്സ്യത്തിനെയൊക്കെ പിടിക്കും. അപ്പോ ആളുകള് കുറേശ്ശെ മനസ്സിലാക്കിയിരുന്നു ഇവൻ മത്സ്യം പിടിക്കുന്നുണ്ട്. ഈ അന്നന്ന് രാത്രി ഈ മത്സ്യത്തിനെ പിടിച്ച് അവിടെ തന്നെ ഇട്ട് ചുട്ടിട്ട് ആണത്രേ ഈ നേദ്യച്ചോറ് കഴിക്കാറ്. എങ്ങനെയെങ്കിലും പിടിക്കും. വല വീശിയിട്ടോ അല്ലാണ്ടേ ഒക്കെ എങ്ങനെയെങ്കിലും പിടിക്കാനുള്ള കഴിവ് അവനുണ്ട്. ഒരു കല്ലുകുത്തി എന്ന് പറഞ്ഞിട്ടുള്ളൊരു മീനുണ്ട് അത്രേ. ഭയങ്കര സ്വാദാണെന്ന് പറയണു ആ മീനിന്. ഒരുപാട് വലുപ്പമുള്ള അങ്ങനത്തെ മീനുകളെയൊക്കെ പിടിച്ച് വല വീശി പിടിച്ച് ഈ വടി കൊണ്ട് ഒക്കെ തിക്കി ഇങ്ങനെ ഒടിക്കും. എന്നിട്ട് എങ്ങനെയൊക്കെയോ ഈ മീനിനെയൊക്കെ, കുളത്തിലെ മീനിനെയൊക്കെ പിടിക്കും. ഉപ്പൂറ്റന്റെ ഈ മത്സ്യം പിടുത്തം ഒരു ദിവസം ഈ തന്ത്രി നമ്പൂതിരിപ്പാട് കാണാൻ ഇടയായി. അദ്ദേഹത്തിന് കുറെ നേരം വൈകിയാണ് കുളിക്കാൻ ഇറങ്ങേണ്ടി വന്നത്. എവിടെയോ യാത്രയൊക്കെ കഴിഞ്ഞിട്ട് വന്ന് രാത്രിയില് കുളിക്കാതെ വയ്യ എന്ന് വിചാരിച്ചിട്ട് കുളിക്കാൻ വന്നു കഴിഞ്ഞപ്പോ കുളത്തിൽ കിടന്നിങ്ങനെ എന്തോ ഒരു സത്വം ഇങ്ങനെ മുങ്ങി മറിയണം ഇങ്ങനെ അദ്ദേഹത്തിന് തോന്നി. അപ്പൊ അദ്ദേഹം വിചാരിച്ചു ആരോ കുളത്തിൽ ഇറങ്ങി, നീർനായയാണ് എന്ന് ആദ്യം വിചാരിച്ചു അത്രേ. മത്സ്യത്തിനെ പിടിച്ച് തിന്നാനായിട്ട് നീർനായ വരാറുണ്ട്, അതായിരിക്കും. ആ പ്രദേശത്തുള്ള കായലിൽ നിന്നൊക്കെ നീർനായ വരാറുണ്ട് അത്രേ, അങ്ങനെ ആയിരിക്കും എന്ന് വിചാരിച്ചു. അപ്പോ പേടിച്ചിട്ട് വേഗം കുളി കഴിച്ച് വേഗം കരയ്ക്ക് കയറി. അദ്ദേഹം എന്താ വെച്ചാ വയോവൃദ്ധനായിരുന്നു, പരമസാത്വികനുമായിരുന്നു. തന്ത്രി നമ്പൂതിരിപ്പാട് എന്നൊക്കെ പറഞ്ഞാൽ സാത്വികന്മാര് തന്നെ ആയിരിക്കുമല്ലോ. ഇത് അദ്ദേഹമാണെങ്കിൽ നല്ല വയസ്സും ആയിരുന്നു. അദ്ദേഹത്തിന്റെ മനസ്സിൽ അങ്ങനെ ഒരിക്കലും ദുഷിച്ച വിചാരങ്ങളൊന്നും ഉണ്ടാവൂല. അങ്ങനെയാണ്. അന്ന് ഈ വെള്ളം കലക്കണ അപൂർവ സത്വം അത് എന്താണ് എന്നൊന്ന് അറിയണം എന്ന് വിചാരിച്ചു. അതിങ്ങനെ അതെന്തായിരിക്കും എന്ന് വിചാരിച്ച് ഇങ്ങനെ ഒരു വിചാരം മനസ്സിൽ വന്നു അദ്ദേഹത്തിന്. മേശാന്തിക്കടവിലെ ഒരു ഒഴിഞ്ഞ മൂലയിൽ പോയി ഇങ്ങനെ നിന്ന് വെള്ളത്തിലേക്ക് പിന്നെയും ഇങ്ങനെ സൂക്ഷിച്ചു നോക്കി. അപ്പൊ നല്ല നിലാവുള്ള സമയമാണത്രേ. കുളവും പരിസരവും ഒക്കെ നിശബ്ദാണ്. അപ്പൊ ഈ മുങ്ങിപ്പൊങ്ങണത് മാത്രമേ കാണാനുള്ളൂ. അപ്പൊ ആരാ നീന്തൽ അറിയാത്ത ആളാണോ, എന്താ പറ്റിയെന്നൊക്കെ അങ്ങനെ വിളിച്ചു ചോദിച്ചു. എന്നിട്ടും ഒരു അനക്കവും ഇല്ല, മറുപടി പറയണില്ല. അപ്പൊ മനുഷ്യനല്ല എന്ന് വിചാരിച്ചു. മറുപടി കിട്ടാത്തത് കൊണ്ട് മനുഷ്യനല്ല എന്ന് വിചാരിച്ചു. അല്ല മുതലേ നീർനായയൊക്കെ ആയിരിക്കും. അത് മുതലേ നീർനായയും തമ്മിൽ മത്സരിക്കുവാണോ, പിടികൂടുവാണോ എന്നൊക്കെ വിചാരിച്ചു. എന്നിട്ട് പിന്നെയും വെള്ളത്തിലേക്ക് ഇങ്ങനെ നോക്കി. വെള്ളത്തിലേക്ക് ഇറങ്ങാൻ അദ്ദേഹത്തിന് ധൈര്യം വന്നില്ല. മനുഷ്യനാണോ എന്നൊക്കെ നോക്കാനൊന്നും പറ്റിയില്ല. പെട്ടെന്ന് അങ്ങനെ നോക്കി നിൽക്കുമ്പോ വെള്ളത്തിൽ നിന്ന് ഒരാള് കരയിലേക്ക് നീന്തണത് മനസ്സിലായി. അപ്പം മനുഷ്യനാണ് എന്ന് മനസ്സിലായി. അപ്പോഴാണ് ഇദ്ദേഹത്തിന് മനസ്സിലായത് ഈ ഉപ്പൂറ്റനാണ് ഈ പണി നടത്തണത് എന്ന്. മത്സ്യങ്ങൾ ഇങ്ങനെ പെടഞ്ഞ് ശബ്ദം ഉണ്ടാക്കുന്ന ശബ്ദം ഇദ്ദേഹം കേട്ടു.
അപ്പൊ വലയില് മത്സ്യങ്ങൾ ഇങ്ങനെ പെടഞ്ഞ് ഉള്ള വലിയ വലിയ മത്സ്യങ്ങളാണ്. അപ്പൊ അദ്ദേഹം ഇങ്ങനെ അത് പെടയണ ശബ്ദം ഇങ്ങനെ കേട്ടു ഇത്രേ. അപ്പൊ മീനുകളെ ഇങ്ങനെ ഓരോന്നായിട്ട് ഈ കൊട്ടയിലേക്ക് ഇങ്ങനെ കുടഞ്ഞിട്ടു ഇത്രേ ഉപ്പുകുറ്റൻ കരയിൽ കയറിയിട്ട്. അപ്പൊ അദ്ദേഹത്തിന് മനസ്സിലായി ഇത് ഉപ്പുകുറ്റന്റെ പണിയാണ്. അദ്ദേഹം അവിടുന്ന് വിളിച്ചു പറഞ്ഞു ഇത്ര, ഉപ്പുകുറ്റ അങ്ങനെ പാപം ചെയ്യരുത്, ഇത് അമ്പലക്കുളത്തിലെ മത്സ്യങ്ങളല്ലേ, ഭഗവാൻ പോറ്റി വളർത്തുന്ന മത്സ്യങ്ങളാണ്. ഈ മത്സ്യങ്ങൾ ഇതില് നിറഞ്ഞു കിടക്കുന്നത് കൊണ്ടാണ് ഈ കുളത്തിലെ വെള്ളം അശുദ്ധാവാതെ വൃത്തികേടാവാതെയും കിടക്കണത്. ഈ മത്സ്യങ്ങൾ ഉള്ളത് കൊണ്ടാണ്. എത്രയോ ആയിരം അന്നൊക്കെ അമ്പലക്കുളത്തിൽ മുങ്ങിക്കുളിച്ച് ഒരുപാട് പേര് മുങ്ങിക്കുളിച്ച് കയറി വന്ന് ഈറനോടെ വന്ന് തൊഴാറുള്ളതാണ്. അപ്പൊ എത്ര ആൾക്കാർ ഇവിടെ മുങ്ങിക്കുളിച്ചാലും അഴുക്കില്ലാതെ ഇരിക്കുന്നത് ഈ മീനുകള് എല്ലാം ഇവിടെ ഉള്ളത് കൊണ്ടാണ്. വേനൽക്കാലത്ത് പോലും വെള്ളത്തിന് ഒരശുദ്ധി, ഒരു വൃത്തികേട് ആ വെള്ളത്തിന് ഉണ്ടാവാറില്ല. അപ്പൊ ഈ മത്സ്യങ്ങൾ ഉള്ളത് കൊണ്ടാണ്. പിന്നെ അതുകൊണ്ട് ഇനി മേലിൽ ഈ അമ്പലക്കുളത്തിൽ ഇറങ്ങി ഉപ്പുകുറ്റൻ മീൻ തപ്പി പിടിക്കരുത് കേട്ടോ, ഇത് തെറ്റാണ്. ഇത് ഭഗവാന്റെ ചോറ് തിന്നണേ ഒരാൾ ഇങ്ങനെ ചെയ്യുന്നത് ഒരിക്കലും ശരിയല്ല എന്നൊക്കെ തന്ത്രി നമ്പൂതിരിപ്പാട് ഉപ്പുകുറ്റന്റെ അരികിൽ ചെന്നു പറയാൻ തുടങ്ങി. അദ്ദേഹം ഈ അസമയമാണല്ലോ, അസമയത്ത് തന്നെ ഗുണദോഷിച്ച് താക്കീതൊക്കെ കൊടുത്ത് തന്ത്രി നമ്പൂതിരിപ്പാടിന്റെ നേരെ അപ്പോ ഉപ്പുകുറ്റൻ അങ്ങോട്ട് ദേഷ്യപ്പെട്ട് അങ്ങോട്ട് തട്ടിക്കേറി തെറി വിളിക്കാൻ തുടങ്ങി എന്നാണ് പറയണത്. മദ്യപിച്ച സ്വബോധം ഇല്ല. അപ്പോ അദ്ദേഹത്തിന് മനസ്സിലായി. അദ്ദേഹം ഒന്നും മിണ്ടാതെ അവൻ പറഞ്ഞതെല്ലാം കേട്ടു. അദ്ദേഹത്തിന് കണ്ണീര് വന്നു, കണ്ണീന്ന് കണ്ണീര് വന്നു സങ്കടം കൊണ്ട്. ഉപ്പുകുറ്റൻ എന്താ പറഞ്ഞെന്നോ, തന്ത്രി നമ്പൂതിരിപ്പാടിന്റെ പൂണൂല് ഞാൻ മത്തി കോർത്തിടും എന്നാണത്രേ. അന്ന് ആ ദേഷ്യം കൊണ്ടേ ഒരു ബോധവും ഇല്ല, എന്താ പറയണേന്നൊരു ബോധവും ഇല്ല. ഇത് പറഞ്ഞ ആളുടെ പൂണൂല് ഞാൻ മത്തി കോർത്തിടും നോക്കിക്കോ എന്നാണത്രേ എന്ന് പറഞ്ഞിട്ടാണത്രേ ഉപ്പുകുറ്റൻ അവിടുന്ന് പോയത്. ഉപ്പുകുറ്റൻ പറഞ്ഞ ഈ അധിക്ഷേപ വാക്കുകളൊക്കെ അതിന്റെ ഭയങ്കര മൂർച്ചയുണ്ടായിരുന്നു എന്നാ പറയണേ. അതുകൊണ്ട് അദ്ദേഹം ഒരു സാത്വികനാണ്. അദ്ദേഹത്തിന് മനസ്സ് വല്ലാതെ വിഷമിച്ചു. രാത്രിയില് കിടന്നുറങ്ങാൻ പോയിട്ടും ഇദ്ദേഹത്തിന് ഇത് തന്നെ മനസ്സില് ചിന്ത. നേരം വെളുക്കോളം ഇങ്ങനെ അസ്വസ്ഥനായിട്ട് കിടന്ന കിടപ്പില് ഉരുണ്ടും പെരണ്ടും കിടന്ന് നേരം വെളുപ്പിച്ചു എന്നാണ് പറയണത്. ഉപ്പുകുറ്റൻ പറഞ്ഞ വേണമെങ്കിലേ മത്സ്യക്കറി ഉണ്ടാക്കി കൊണ്ടുവന്ന് വെച്ച് തരാം, അത് നിവേദ്യച്ചോറി കൂട്ടി ഉണ്ണാൻ നല്ല രസമായിരിക്കും. നിവേദ്യച്ചോറും മത്സ്യക്കൂട്ടാനും കഴിച്ച ഈ തന്ത്രിയുടെ ശോഷിച്ച തടിയൊക്കെ അങ്ങോട്ട് നന്നായി വരും. അതൊന്നും പോരാ, പൂണൂല് മത്തി കോർത്തിടാൻ അങ്ങനെയൊന്നുമല്ല, പൂണൂല് മത്തി ഞാൻ കോർത്തു ഇടും ഒരു ദിവസം എന്നാണ് ഇങ്ങനെയൊക്കെ കളിയാക്കി തന്ത്രി നമ്പൂതിരിപ്പാടിനെ. അവൻ പറഞ്ഞ ആ വാക്കുകളൊക്കെ ഇങ്ങനെ പിന്നെയും മനസ്സിലേക്ക് വരിക, മനസ്സിൽ നിന്ന് മാഞ്ഞു പോണേയില്ല. ഈ ജനിച്ച നാള് മുതൽ ഇത്ര കാലം ഈ അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കി ഒരാളും ഇതുപോലെയുള്ള അധിക്ഷേപ വാക്കുകൾ പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന് അതൊന്നും കേൾക്കേണ്ടി വന്നിട്ടേയില്ല. അങ്ങനെയുള്ള ഒരാളാണ് ഇത്. അപ്പോ അദ്ദേഹത്തിന് അത് ഭയങ്കര വ്യസനായി. ഇങ്ങനെ നീറാൻ തുടങ്ങി, മനസ്സിൽ കിടന്ന് നീറാൻ തുടങ്ങി. കുംഭമാസത്തില് പൂയം നാളിലാണല്ലോ നമ്മുടെ ഗുരുവായൂരപ്പന് കൊടിയേറണത്. അതിനു മുമ്പേ ബ്രഹ്മകലശത്തിന്റെ കാര്യത്തിനൊക്കെ ആയിട്ട് ഓദിക്കന്മാരുമായി സംസാരിച്ച് അതിനെ പറ്റിയൊക്കെ സംസാരിച്ച് തീർച്ചയാക്കണം. അപ്പോ വെറുതെ ഇരുന്നിട്ട് വ്യസനിച്ചിട്ടും കാര്യമില്ലല്ലോ എന്നൊക്കെ വിചാരിച്ച് അദ്ദേഹം അതിനുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങി. ഈ ഉപ്പുകുറ്റൻ പറഞ്ഞ കാര്യമൊന്നും ആരോടും മിണ്ടിയില്ല. അദ്ദേഹത്തിന്റെ മനസ്സിൽ എന്താന്ന് വെച്ചാല് ഈ പരിസര ശുദ്ധിക്കും ബിംബത്തിനും ചൈതന്യം ഉണ്ടാവാനും ഒക്കെ വേണ്ടിയിട്ടാണ് ബ്രഹ്മകലശം ആടുന്നത്. അപ്പൊ ദിവസവും ഇങ്ങനെ ഈ അമ്പലക്കുളത്തിൽ നിന്ന് മത്സ്യം പിടിച്ച് കൊണ്ടുപോണ ഈ അമ്പലക്കുളത്തില്
ഒന്നും ഇങ്ങനെ ചെയ്യണത് കൊണ്ട് ഇവിടെ എന്ത് പരിസര ശുദ്ധീകരണമാണ് ഉണ്ടാവുക എന്നാണ് അദ്ദേഹത്തിനൊരു മനസ്സിലൊരു ശങ്ക. ഇത് ശുദ്ധികലശം ചെയ്തിട്ട് എന്താണ് കാര്യം എന്നിങ്ങനെ അദ്ദേഹത്തിന് ഒരു സംശയം മനസ്സിലിങ്ങനെ വന്നു. ഇങ്ങനെ ഈ ഉപ്പുകുറ്റൻ ഇങ്ങനെ അധിക്ഷേപിച്ച് കഴിഞ്ഞ് ഒരാഴ്ച തികയുന്നതിന് മുമ്പ് ഭഗവാൻ ഉപ്പുകുറ്റനെ പരീക്ഷിച്ചു. പതിവുപോലെ ഈ ഉപ്പുകുറ്റൻ അമ്പലക്കുളത്തില് ഈ മത്സ്യം പിടിക്കാൻ ഇറങ്ങി. അന്ന് പതിവില്ലാത്ത വിധം ആദ്യത്തെ മുങ്ങലിൽ തന്നെ വലിയൊരു മത്സ്യത്തിനെ കിട്ടി. ഈ പൊരുക്ക് എന്നാ പറയണത്. പൊരുക്ക് മത്സ്യത്തിന്റെ അതിന് ഒരു സവിശേഷത ഉണ്ട് അത്ര. അതിന്റെ മുതുകത്തിയും അറക്കവാളിന്റെ പല്ല് പോലെ പൊന്തി നിൽക്കണ മൂർച്ചയുള്ള മുള്ളുണ്ട് അത്ര. അപ്പൊ ഉപ്പൂറ്റൻ ആദ്യം കയ്യിൽ കിട്ടിയ ആ വലിയ മീനിനെ വായിലങ്ങ് കടിച്ചു പിടിച്ചു അത്രേ. ആ വലിയ മീനാണ്, അതിനെ വായിൽ കടിച്ചു പിടിച്ചു. പിന്നെയും വേണം മീന്. അതിന് വേണ്ടിയിട്ട് അടുത്ത മീനിനെ തപ്പാൻ വേണ്ടിയിട്ട് ഇതിനെ വായില് കടിച്ചു പിടിച്ചു. അതിന്റെ ഈ മത്സ്യത്തിന്റെ മത്സ്യം അവിടെ എവിടെയെങ്കിലും ഉണ്ടാവും എന്നാണ് അവൻ വിചാരിച്ചത്. പിന്നെയും ഒരു തവണയും കൂടെ കൈയിട്ട് വലയില് തപ്പണതിന്റെ ഇടയില് പെട്ടെന്ന് വായു തുറന്നു. ഈ മത്സ്യത്തിന്റെ അറിയാതെ വായു തുറന്നു. ഈ മത്സ്യം അതിന്റെ ഇടയില് വയറ്റിലേക്ക് അങ്ങോട്ട് ഊർന്ന് ഇറങ്ങിപ്പോയി ഇത്രേ. അറിയാതെ വായു തുറന്നു. അടുത്ത മത്സ്യത്തിനെ പിടിക്കാൻ വേണ്ടിയിട്ട് അറിയാതെ വായു തുറന്നുപോയി. വെള്ളത്തിന്റെ ഉള്ളിലല്ലേ, അപ്പൊ ഈ ശ്വാസം എടുക്കാനൊക്കെ വേണ്ടിയിട്ട് വായു തുറന്നു കാണും. അപ്പൊ ഈ മത്സ്യം പുറത്തേക്കല്ല പോയി, അകത്തേക്ക് അങ്ങോട്ട് പോയി ഇത്രേ. വയറ്റിലേക്ക് അങ്ങോട്ട് പോയി. എത്ര അധികം സമയമില്ല, ചങ്ക് ഇങ്ങനെ തുളച്ച് അതിന്റെ മേത്തുള്ള ആ മുള്ളു പോലത്തെ ആ ഭാഗം ഉണ്ടല്ലോ, അതൊക്കെ ആ ചങ്ക് തുളച്ച് അതിന്റെ ഉള്ളില് കേറി വൻകുടലും അതുപോലെ എല്ലാം കീറി പറിച്ച് ശ്വാസം മുട്ടാൻ തുടങ്ങി. മീന് അങ്ങോട്ട് വയറ്റില് ചെന്നപ്പോ ഈ ആകെ ശ്വാസം മുട്ടാൻ തുടങ്ങി ഇത്ര ഉപ്പുകുറ്റന്. അങ്ങനെ പ്രാണവേദന കൊണ്ട് ഉപ്പുകുറ്റൻ കിടന്ന് ചക്രശ്വാസം വലിക്കാൻ തുടങ്ങി. ഇപ്പൊ തന്ത്രി നമ്പൂതിരിപ്പാടിന്റെ പൂണൂലില് മത്തി കോർക്കും എന്ന പ്രതിജ്ഞയാണ് ചെയ്തത്. അങ്ങനെയുള്ള ഉപ്പുകുറ്റന് ഈ മത്സ്യത്തിന്റെ മുള്ളു തട്ടി കൊടലുമാല മുഴുവൻ മുറിഞ്ഞ് രക്തം ഇങ്ങോട്ട് രക്തം പോയി. അങ്ങനെ മരിക്കേണ്ടി വന്നു എന്നാണ് പറയണത്. തന്ത്രി നമ്പൂതിരിപ്പാടിന്റെ പൂണൂലിന് പകരം ഉപ്പുകുറ്റന്റെ പെരുങ്കുടലിനെ പൂണൂലാക്കി. അവിടെയാണ് ഈ മത്സ്യം കോർത്ത് കിടന്നത്. ഈ മത്സ്യം കോർത്ത് കിടന്നത് എവിടെയാ? ഉപ്പുകുറ്റന്റെ വൻകുടലില്. അങ്ങനെ അവൻ മരിച്ചു. അതാണ് ഈ സാത്വികന്മാരോ ആയിട്ടുള്ളവരെ അധിക്ഷേപിച്ചാലും അരുതാത്ത പണികൾ ചെയ്താലും നമ്മുടെ അനുഭവം ഇങ്ങനെ ആവും എന്നുള്ള ഒരു ദൃഷ്ടാന്തമാണ് ഈ കഥ. ഇങ്ങനെ ഇവൻ മരിക്കും എന്ന് ഈ തന്ത്രി നമ്പൂതിരിപ്പാടോ ഉപ്പുകുറ്റനും രണ്ടുപേരും വിചാരിച്ചു. തന്ത്രി നമ്പൂതിരിയും അങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ല. ഇവൻ ഇങ്ങനെ ചെയ്യണത് ശരിയല്ലല്ലോ എന്ന് മനസ്സിൽ വല്ലാത്തൊരു ചിന്ത ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഈ ബ്രഹ്മകലശം ആടാൻ ഈ കുളത്തിലെ വെള്ളം എടുക്കുന്നത് ശരിയാണോ എന്നൊക്കെ ഒരു വിചാരം ഉണ്ടായിരുന്നു. പക്ഷെ ഇവനിങ്ങനെ ഒരു അനുഭവം ഉണ്ടാവും, ഇവനിങ്ങനെ ശരിയാവരുത് എന്ന് അദ്ദേഹം ഒരിക്കലും വിചാരിച്ചിട്ടില്ല. എങ്ങനെയായാലും ഈ ഗുരുവായൂരപ്പന്റെ ഒരു ശക്തി വിശേഷം എന്നേ നമുക്ക് ഇതിനെ പറയാൻ പറ്റുള്ളൂ. ഈ സംഭവത്തിന് ശേഷം ഗുരുവായൂർ അമ്പലക്കുളത്തില് എണ്ണയും സോപ്പും ഒക്കെ ഉള്ള തേച്ചുകുളിയും മത്സ്യം പിടുത്തവും ഒക്കെ നിരോധിച്ചു എന്നാണ് പറയണത്. ഇന്നും അത് അവിടെ മുങ്ങിക്കുളിച്ചു പോരുക എന്നല്ലാതെ എണ്ണയും സോപ്പും ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. അങ്ങനെയാണ് ഉപ്പുകുറ്റന്റെ കഥ. ഗുരുവായൂരപ്പൻ എന്ന് ഉള്ള ആ ഒരു ശക്തി ഉണ്ടെങ്കിൽ അങ്ങനെ
ഭഗവാനെ മറന്ന് ആരും ആരോടും അനാവശ്യമായി സംസാരിക്കാൻ പാടില്ല, അനാവശ്യ പ്രവർത്തികൾ ചെയ്യാൻ പാടില്ല എന്ന ഒരു പാഠാണ് ഈ ഒരു കഥയെന്ന് നമുക്ക് കിട്ടുന്നത്. കഥ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ ചാനൽ കേട്ടോ. അതുപോലെ കഥ കേൾക്കാൻ ഇഷ്ടമുള്ളവർക്കൊക്കെ ഈ കഥ ഇതിന്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പൊ വേറൊരു കഥയുമായി അടുത്ത ദിവസം വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.